بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد അഭിവന്യരായ പണ്ഡിതന്മാരെ, ഉലമാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, വളരെ ദീർഘമായി സംസാരിക്കാനുള്ള സമയമില്ല. ഇത്ര കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ ആസൂത്രിതമായി വഞ്ചിക്കുവാനുള്ള ഒരു കടന്ന ശ്രമം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യമായി. കൂടുതൽ കാര്യങ്ങളെ നമ്മൾ പറയേണ്ടതില്ല. കേരളീയ സമൂഹത്തിലെ പൊതുസമൂഹം പോലും, അമുസ്ലിമീങ്ങൾ പോലും, പത്രപ്രവർത്തകരും എഴുത്തുകാരും ബുദ്ധിജീവികളുമൊക്കെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന മനുഷ്യൻ നാളിതുവരെ ചെയ്തിരുന്നത് സഭ്യമല്ലാത്ത, ഒരു പണ്ഡിതന് യോജിക്കാത്ത ചില പൊടിക്കൈകളായിരുന്നു എന്ന് തിരിച്ചറിയുകയാണ്. ചരിത്രത്തിൽ ഇസ്ലാമിന്റെ പേരിൽ വഞ്ചന നടത്തിയ ഏതു മനുഷ്യനും ജീവിതാവസാനം നേരിടുന്ന ഒരു സ്വാഭാവികമായ പതനം. അതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഒരുപാട് വഞ്ചനകളും ഒരുപാട് സ്വാലിഹീങ്ങളെ വിമർശിക്കലും മശായിഖിനെ ആക്ഷേപിക്കലും ജീവിതത്തിലെ ഒരു ഭാഗമായി കൊണ്ടു നടന്നപ്പോഴേ ഇസ്ലാമിക ചരിത്രം പരതിയാൽ ഇത്തരം ശ്രമങ്ങൾ നടത്തിയവർക്കൊക്കെ, ഇങ്ങനെ ജീവിച്ചിരുന്നവർക്കൊക്കെ യാത്രയപ്പിന്റെ സമയമാകുമ്പോഴേക്ക് അവരുടെ പൊയ്മുഖങ്ങൾ അടർന്നു വീഴുകയും മുഖം മൂടികൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ ഈ കുട്ടികൾ ഈ കാണിച്ച ക്ലിപ്പിൽ നിന്നും അദ്ദേഹം നടത്തുന്ന പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ഞാൻ ഈ വൈകിയ സമയത്ത് കൂടുതൽ പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സ്നേഹബുദ്ധ്യ എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിക സമൂഹം ഏത് കാലത്തും തെളിവോടുകൂടി സ്വീകരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തെളിവ് ആവശ്യമില്ല എന്നയാൾ പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വിശ്വസിക്കരുത്. സയ്യിദുന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടാകിരുന്നില്ല. അത് ഉമ്മത്തിന്റെ ഇജ്മാ ആണ്, സഹാബത്തിന്റെ ഇജ്മാ ആണ്, താബിഈങ്ങളുടെ ഇജ്മാ ആണ്, തബഅ താബിഈങ്ങളുടെ ഇജ്മാ ആണ്, അഇമ്മത്തുൽ മുജ്തഹിദീങ്ങളുടെ ഇജ്മാ ആണ്. അതിനെതിരായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വിശ്വസിക്കരുത്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ശരീരം നശിക്കില്ല. ഒരു മനുഷ്യനെ മരണത്തിന് ശേഷം നമ്മൾ മറവ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? എങ്ങനെയായിരിക്കും അതിന്റെ നാശമുണ്ടാവുക? അതിനെ ഒന്നുകിൽ ഉറുമ്പും അതുപോലെ മറ്റുള്ള വസ്തുക്കളും തിന്നു തീർക്കും. ഉറുമ്പും പാറ്റയും പക്ഷികളും പറവകളും തിന്നു തീർക്കും. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അമ്പിയാക്കന്മാരുടെ ശരീരം നശിക്കില്ല. അതുകൊണ്ടുതന്നെ സയ്യിദുന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ദാത്തിൽ ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉറുമ്പരിക്കില്ല. അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അയാൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വ്യാജമുടിക്ക് ആധികാരികതയുണ്ടാക്കാൻ വേണ്ടി പറയുന്ന കളവുകളാണ്. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ശരീരം അതിനെ ചില ആളുകൾ നശിപ്പിക്കുന്നത് മറവ് ചെയ്യുന്നതിന് പകരം തീയിലിട്ട് കത്തിച്ചാണ് നശിപ്പിക്കുന്നത്. അമ്പിയാക്കന്മാരുടെ ശരീരം നശിക്കില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിലും ശരീരത്തിന്റെ ഭാഗത്തിലും തീ ഏൽക്കില്ല. അത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകതയാണ്. ഞാനിവിടെ ഓർത്തുപോകുന്നത് ആശിഖുർ റസൂലായ സയ്യിദുന ശറഫുദ്ദീൻ മുഹമ്മദിനിൽ ബൂസരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെയാണ്. ഫാഖൻ നബിയീന ഫി ഖൽഖിൻ വഫീ ഖുലുഖി
വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. ഇമാം ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസരി പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരെക്കാളുമേറെ സൃഷ്ടി സൗന്ദര്യം അല്ലാഹുവിന്റെ ഹബീബിനുണ്ട്. അവർക്കുള്ളതിനേക്കാളേറെ ബഹുമാനം അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ശറഫുദ്ദീൻ മുഹമ്മദ് അൽ ബുസരി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആലോചിക്കൂ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴെന്താ സംഭവിച്ചത്? അവിടുത്തെ ശരീരത്തിൽ അഗ്നി സ്പർശിച്ചില്ല. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. അഷ്റഫുൽ വറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിൽ തീ സ്പർശിക്കില്ല. ഫീ ഗയാബത്തിൽ ജുബ്ബി, ഒരു കിണറിന്റെ ഉള്ളിലേക്ക് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചതെന്താണ്? ഉറുമ്പ് കടിച്ചില്ല, ആ ശരീരത്തിലെ ഉറുമ്പ് തിന്നില്ല. ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി. ഉസ്താദാണെങ്കിലും ഖുർആൻ ഓതേണ്ടതുപോലെ ഓതാത്തൊരു ഗതികേട് അയാൾക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ നിന്ന് അമ്പിയാക്കന്മാരെ ശരീരം കത്തുമോ എന്നതിന് തെളിവുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നത്. 1000 തെളിവ് തരാൻ പറ്റും. അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ വിവരം കെട്ട ജനറൽ സെക്രട്ടറിക്ക് ഞങ്ങളുടെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം അഗ്നി സ്പർശിക്കില്ലെന്ന് പറയുന്നതിന് 1000കണക്കിന് തെളിവുകൾ തരാൻ ഞങ്ങൾക്ക് സാധിക്കും. തന്റെ ഇടമുണ്ടെങ്കിൽ വരാൻ പറയൂ. അതാ പറയാനുള്ളത്. തെളിവുണ്ടോ? ഈ കച്ചവടം അനുവദിക്കരുത്. അള്ളാന്റെ ഹബീബിനെ തരം താഴ്ത്താൻ സമ്മതിക്കരുത്. ഇപ്പൊ പുതിയ പരിപാടി ലോക്കൽ ഗുണ്ടകളെ വിടുക. എന്നിട്ട് എവിടെയെങ്കിലും പ്രസംഗം നടക്കുന്നിടത്തൊക്കെ ഗുണ്ടായിസ് ഉണ്ടാക്കുക. എവിടെയെങ്കിലും പോസ്റ്റർ ഒട്ടിച്ചാൽ കീറുക. കൊടിയുണ്ടെങ്കിൽ കട്ടുകൊണ്ടുപോവുക. കട്ടുകൊണ്ടുപോകൽ പിന്നെ നേതാവിന്റെ സ്വഭാവമായതുകൊണ്ട് അനുയായികൾ പിന്തുടരട്ടെ. അത് നല്ല കാര്യമാണ്. അത് ഒറിജിനൽ മെമ്പറാണ് അറിയിക്കുന്ന തെളിവാണ്. പക്ഷെ ഇനി ഇത് ആവർത്തിക്കപ്പെട്ടാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു പോസ്റ്റർ എഴുതണം. കാന്തപുരത്തിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്ന് ബോർഡ് എഴുതി നിങ്ങൾ കലക്ടറേറ്റ് മാർച്ച് നടത്തണം, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തണം. ഇങ്ങനെ ഒരു ഗുണ്ടായിസം കേരളത്തിൽ വെച്ച് ഉറപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇനി അങ്ങനെ ഉണ്ടായാൽ വേണ്ടി വന്നാൽ കാന്തപുരത്തിന്റെ വീട്ടിലേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രകടനം നടത്തും. ഇത് പിന്മാറാനുള്ള നീക്കമല്ല. ജീവൻ നഷ്ടപ്പെട്ടാലും ശരി, സയ്യിദുന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വികൃതമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവിടുത്തെ ശ്രേഷ്ഠത ഇല്ലാതെയാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവിടുത്തെ പവിത്രതയെ ഇടിച്ചു താഴ്ത്തുന്ന ആത്മീയ വിപണനം അനുവദിക്കപ്പെടാൻ പറ്റില്ല. അത് നമ്മൾ അതിൽ ഉറക്കണം. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇവിടുത്തെ നിയമങ്ങളെ നമ്മൾ കൂടുതൽ അംഗീകരിക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. ഒരു 12 മണി വരെ പ്രസംഗിച്ച തൂക്കിക്കൊല്ലാൻ വിധിക്കൊന്നുമില്ല, അതിനുള്ള വകുപ്പൊന്നുമില്ല, നമുക്കറിയിട്ടല്ല. പക്ഷെ അങ്ങനെ ഒരു നിലപാട് നമ്മൾ സ്വീകരിക്കണില്ല. അതുപോലെ അയാൾക്ക് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരനാകുള്ള ഒരു ഇവിടെ കോട്ടയിലെ സ്റ്റേഷനുണ്ടല്ലേ, ഇയാൾക്കറിയാം, മൂപ്പര് അഡ്വക്കേറ്റ് അല്ലേ, ഒരു കത്ത് കൊടുക്കാൻ നമ്മളെ ജനറൽ സെക്രട്ടറിന്റെ അഡ്വക്കേറ്റാണ് മൂപ്പര്. പിന്നെ പോലീസുകാർ തെളിയിക്കണം അങ്ങനെ ഉണ്ടായിക്കണെന്നുള്ളത്. അത് കോടതി തെളിയലുമില്ല. ഔസല്ലാഹു മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് വഴിയാണ് കിട്ടിയത്. ആ അറബി ചെറുക്കന് വിവരല്ല, അത് പോട്ടെ. ഒരു മന്ത്രികുമാരൻ ഇയാൾ എന്നിട്ട് എന്താ കാണിക്കുന്നത്? ഇപ്പൊ പോയി ലീഗറെ കാലിലെ ചോട്ടിൽ ഇത്തികാഫിലാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരവരുടെ രാഷ്ട്രീയ തന്ത്രം കാണിച്ചുകൂടായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും ലീഗിന്റെ പ്രവർത്തകരിൽ ഭൂരിപക്ഷവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് അടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? പറയൂ. അയാൾക്ക് വോട്ട് ചെയ്യേണ്ട ബോഡി, അയാളെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ജനറൽ സെക്രട്ടറി ആയി നിൽക്കുന്ന ബോഡി, അയാൾ പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിൽ അയാളെ പഞ്ചായത്ത് സെക്രട്ടറി ആക്കുന്ന ബോഡി അയാൾക്ക് വോട്ട് ചെയ്യൂല. അപ്പൊ എന്ത് സംഭവിക്കും? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ ആളുകൾ ലീഗുകാരാകാതിരിക്കൂല, മറിച്ച് നേതാവ് ഔട്ടാവും. അതുണ്ടാവുള്ളൂ. ആ നേതാക്കന്മാർ ചിന്തിക്കണം നല്ലതാണ്. നമുക്ക് ആ വിഷയത്തിൽ പേടിയൊന്നുമില്ല. അപ്പൊ 4.25 കൊല്ലം ലീഗിന്റെ മദ്ഹ് AP പറയും. എത്ര കൊല്ലം? ഇപ്പൊ സമയമല്ല വിശദീകരിക്കാൻ. യഥാർത്ഥ ശൈലി എങ്ങനെയായിരിക്കുന്നവരോ 4.25 കൊല്ലം ലീഗരെ കാല് തിരുമ്മി കൊടുക്കാനും അടുക്കളപ്പണി എടുക്കാനും ഇയാൾ തയ്യാറാവും. കാരണം ഇനി ഒരു 5 കൊല്ലം UDF ഭരണമാണല്ലോ.
അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനവികാരം എതിരായി വരികയും LDF ഭരിക്കാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്താൽ അച്യുതാനന്ദനെ പോയി കൊണ്ടുവന്ന് സലാത്ത് ഹൽക്ക ഉദ്ഘാടനം ചെയ്യിപ്പിക്കും. എന്താ പറയാ, ഇതിനൊക്കെ എന്റെ ഭാഷയിൽ പറയാൻ അറിയാഞ്ഞിട്ടല്ല, എന്താ ഒരു വിശുദ്ധി ഇല്ലാത്ത ആൾക്കാർ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ. ഇന്നൊരു കസ്റ്റമർ, നാളെ മറ്റൊരു കസ്റ്റമർ. അവരെ കുറിച്ച് നമ്മൾ എന്താ പറയാ, അതന്നെയാണ് കഥ. CPM-കാർക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായി തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ് വന്ന അവിടെ കയറ്റുമെന്ന കാര്യം സംശയമാണ്. പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അടുത്ത പ്രാവശ്യം ഇങ്ങോട്ട് ഇവിടെ ഏതായാലും സീറ്റ് കിട്ടൂല, അത് ഉറപ്പാ. അതിൽ സീറ്റ് ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന ബോഡിയിൽ അവർ തെരഞ്ഞെടുക്കപ്പെടൂല. അത്രേ ഉള്ളൂ, അത്ര സംഭവമുള്ളൂ. അല്ലാതെ ലീഗ് നേതാക്കന്മാരായിട്ട് മാറുന്നല്ലാതെ ഒന്നും സംഭവിക്കൂല. ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യേണ്ട ആളുകൾ നമ്മളാണ്, നമ്മൾ ചെയ്യൂല, അപ്പൊ അയാൾ സെക്രട്ടറി ആവൂല. അങ്ങനെ ഉണ്ടാവുക. അത് ആര് ചിന്തിച്ചാലും നല്ലതാണ്. നേരെ അതല്ലാതെ ഈ സമൂഹം ലീഗ് ഒഴിവാക്കി AP-നെ ഇങ്ങോട്ട് കയറ്റി ഞങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. അത് ഉണ്ടാവൂല. അങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ, ചിന്തിക്കാൻ നല്ലതാണ്. അപ്പൊ അതൊന്നുമല്ല, അയാൾ ഈ ലീഗ് ആയതുമല്ല, അയാൾക്കറിഞ്ഞ് 4.25 കൊല്ലം ഇവിടെയാണ് പരിപാടി എന്നുള്ളത്. ഞാൻ പറയട്ടെ, കാട്ടിപ്പോത്തിന് ഇതിനേക്കാളും തൊലിക്കട്ടി ഉണ്ടാകും. അത്ര കാട്ടിപ്പോത്തിനേക്കാളും കടുത്ത തൊലിക്കട്ടി. എന്താണ് ലീഗിനെ പറ്റി ഉണ്ടായിരുന്ന ആരോപണം? ലീഗിലൊക്കെ വഹാബികളാണ്, ലീഗ് മുസ്ലിമീങ്ങളെ പൊതുപ്രശ്നത്തിൽ ശ്രദ്ധിക്കുന്നില്ല, ലീഗ് വഹാബിസം പ്രചരിപ്പിക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അടുത്ത് പോയിട്ട് കെലിമ മാറ്റി ചെല്ലിയ ലീഗിന്റെ നേതാക്കന്മാർ ആരൊക്കെയുള്ളതെന്ന് പറയട്ടെ. അല്ലെ, KPA മജീദാണോ, അല്ലെ അബ്ദുസമദ് സമദാനിയാണോ, ആരാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ അടുത്ത് പോയിട്ട് മോലിയാരെ ഞങ്ങൾ വഹാബിസൊക്കെ നിർത്തി ഇപ്പൊ സുന്നിയിക്കണെന്ന് പറഞ്ഞത്? MA തങ്ങള് ആരായത്? ഇത് തിരിണില്ല. ഒരു സീതിയാജി മരിച്ചപ്പോ മയ്യത്ത് സ്കെച്ചിന്റെ പേരിൽ പള്ളി അടിച്ചു പൊളിച്ച ടീമുണ്ട് ഇവിടെ. നമ്മളെ ഈ നാട്ടിലുണ്ട്, കൈപ്പമംഗലത്തുണ്ട്. ഇവിടെ പ്രസിഡന്റായ സ്ഥലമാണ്. സീതിയാജിന്റെ പേരിൽ നിസ്കരിക്കണ്ട പ്രസിഡന്റായ സ്ഥലമാണ്. ഞാൻ പറയട്ടെ, എന്ത് മാറ്റാണ് AP വിഭാഗം പ്രവർത്തകർ ഇത് കേൾക്കുന്നുണ്ടാവും, എന്തായാലും കേൾക്കുന്നുണ്ടാവും. എന്ത് മാറ്റാണ് ലീഗിന് വഹാബികളുമായുള്ള സമീപനത്തിൽ ഉണ്ടായത്? ഇതിന്റെ പേരാണ്, ഇതിനെന്താ പേരിടങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ചാൻസ് ഇരുന്നു. ഞാൻ ഇതിനൊരു പേരിടുന്നത് കാന്തപുരം സിദ്ധാന്തം എന്നാണ്. കാന്തപുരം സിദ്ധാന്തം എന്നത് സാധാ സിദ്ധാന്തത്തിനേക്കാളും കുറെ ഭിന്നമാണ്. അയാൾക്ക് തോന്നുന്ന സമയത്ത് ഓരോ പുതിയ സിദ്ധാന്തം ഉണ്ടാവുകയാണ്. ഈ മുടിന്റെ വിഷയത്തിൽ എത്ര സിദ്ധാന്തങ്ങൾ അയാൾ മാറി മാറി അവതരിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് മനസ്സിലാക്കുമ്പോഴെങ്കിലും സജീവമായി ഇങ്ങോട്ട് വരണമെന്നില്ല. മറിച്ച് ആ പോസ്റ്റർ കീറലൊക്കെ ഒന്ന് നിർത്തി ഇതിൽ വല്ല കച്ചവടം ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. അവനവന്റെ ഈമാൻ സലാമത്താകാൻ നല്ലതാണ്. അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ശംസുൽ ഉലമ പാരാള AP-ന്റെ സ്വന്തമാണ്. AP-ന്റെ ശംസുൽ ഉലമന്റെ വഫാത്തിന് ശേഷം AP സെക്രട്ടറി ആയിട്ടുള്ളൂ. പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങളോ, സുബ്ഹാനല്ലാഹ്, AP-ക്ക് പിന്നെ റസൂലുള്ളാഹി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള ആൾ ആരായിരുന്നു? പാണക്കാട്ടെ തങ്ങളായിരുന്നു. ഇത് കൈപ്പമംഗലത്തെ SSF-കാർ അംഗീകരിക്കുന്നുണ്ടോ? ഈ ശംസുൽ ഉലമനെ തെറി പറഞ്ഞ് നിങ്ങൾ ഇവിടെ പ്രകടനം നടത്തിയിട്ടില്ലേ? ശംസുൽ ഉലമ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ നിങ്ങൾ വേറെ സമസ്ത ഉണ്ടാക്കേണ്ടീനോ? അന്നുള്ള കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ശംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ നബ്ബറല്ലാഹു മർക്കദഹു ആമീൻ, അയാൾ അവിടുന്ന് മഹാനാണെന്ന് പ്രഖ്യാപിച്ചു. ബഹുമാനപ്പെട്ട മുഹമ്മദ് ശിഹാബ് തങ്ങളെ കുറിച്ച് വലിയ മഹാനാണെന്ന് പറഞ്ഞു. എപ്പോൾ പറയൂ? മരിച്ചതിന് ശേഷം. മരിച്ചാൽ പിന്നെ മഹാനായി, ജീവിച്ചിരിക്കുമ്പോൾ ആൾ ക്രൂരനാണ്. ഇതൊക്കെ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാ? ഇയാളെ തലന്റെ വെളിവ് നഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കരുത്. അതിബുദ്ധിയാണ് ഇയാൾ ചെയ്യുന്നത്, അതിബുദ്ധിയാണ്. ഇത് അപകടത്തിലേക്ക് നീങ്ങും. അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ ഈ പരിപാടി നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. മറ്റൊരു സന്ദർഭം ആവശ്യമുണ്ടാകുമ്പോൾ നമുക്കത് വിശദീകരിക്കാം. ഇത്തരം അബദ്ധങ്ങളെ നമ്മൾ ആവർത്തിക്കരുത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കരുണ ചെയ്യണേ തമ്പുരാനെ, നീ ഞങ്ങളോട് കരുണ ചെയ്യണേ തമ്പുരാനെ. ദീനിന്റെ ഖാദിമീങ്ങളായി കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ തമ്പുരാനെ. ഞങ്ങളെ വഞ്ചിക്കുന്ന, ഈ ഉമ്മത്തിനെ വഞ്ചിക്കുന്ന ആളുകളിൽ നിന്ന് ഈ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. വഞ്ചകന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഈ ഉമ്മത്തിനെ നീ കാക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.